ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വർക്കാണ് കേട്ടോ. ഇത് ബ്ലൗസിൻ്റെ വൺ സൈഡ് ഷോൾഡറിൽ വരുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ ഞാൻ ഒരു റാൻഡമായിട്ട് ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരു പെൻസിൽ വെച്ചിട്ടാണ് വരച്ചു കൊടുത്തേക്കണത് കേട്ടോ. 3 ഫ്ലവറിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടുന്ന് ചെറിയൊരു സ്റ്റെമ്മും കുറച്ച് ലീഫുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഫ്ലവർ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലവർ ചെയ്യണത്. ഇപ്പം ഞാൻ 2 ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഫ്ലവർ ചെയ്യണതെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. ആദ്യം നമ്മൾ ആ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണത്. സെൻറ്ററിൽ ഒരു റൗണ്ടായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യണതെന്നുള്ളത് നോക്കാം. ആദ്യം ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ആ സൂചീനെ ഇങ്ങനെ പിടിച്ചിട്ട് 2 ചുറ്റിയിട്ട് നമ്മൾ ആ ഒരു കുത്തിയെടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ച് താഴേക്ക് കുത്തണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു നോട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. ഒരുവിധം എല്ലാവർക്കും ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് അറിയുന്നുണ്ടാവും. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മൾ സെൻറ്ററിൽ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ആ ഫ്ലവർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്ത ആ 2 ഫ്ലവർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓഫ് വൈറ്റ് കളർ ഫ്ലവറും കൂടി ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഫ്രഞ്ച് നോട്ടുകൾ ഫുള്ള് ചെയ്തിട്ട് ആ ഫ്ലവറിനെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ കുറച്ച് ഷുഗർ ബീഡ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റെമ്മ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീഫാണ്. അപ്പോൾ നമ്മൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഷുഗർ ബീഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ലീഫിൻ്റെ ഒരു ഷേപ്പിലായിട്ട് കിട്ടും. ഇതിപ്പോൾ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഓരോ ലൈനിലും 4 ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് കൊടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതുപോലെ തന്നെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ലീഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ 4 ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ സ്റ്റെം എങ്ങനെയാണ് ചെയ്തെടുക്കണേ എന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ ഒരു 2 ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ബീഡ്സിനുള്ള ഗ്യാപ്പിൽ വേണം നമ്മൾ കുത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഒരു ബീഡ്സിനെ നമ്മൾ ഒരു ലൈൻ പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സ്റ്റെം പോലെ കിട്ടും. ഇത് ചെയ്യുന്ന നേരത്ത് കറക്റ്റായിട്ട് ലൈനായിട്ട് തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. വളഞ്ഞൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി പോവും. അതിനുശേഷം നമുക്ക് ഈ ഒരു ലൈനിലും കൂടി നമുക്ക് കുറച്ച് ലീഫുകൾ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും കേട്ടോ. ഇപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓരോ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സുകൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. ഇത് തന്നെ നമുക്ക് കുർത്തീസിലും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കസ്റ്റമർ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് തന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ വേറെ തുണി ജോയിൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. കട്ട് ചെയ്യണേക്കാൾ മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.